കോഴിക്കോട്ടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തവും കട ഉടമയ്ക്ക് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. 1 മാസം മുൻപാണ് ഉടമ മുകുന്ദന് കുത്തേറ്റത്. വ്യാപാര പങ്കാളിയായിരുന്ന പ്രകാശ് എന്നയാൾ കേസിൽ നിലവിൽ റിമാൻഡിലാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദനും നഗരത്തിലെ തന്നെ വ്യാപാരിയായ പ്രകാശനും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപമുള്ള വസ്തുവിനെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയും ബുൾഡോസർ ഉപയോഗിച്ച് മുകുന്ദൻ ഈ വസ്തുവിലെ നിർമ്മിതികൾ പൊളിച്ചു നീക്കുകയും ചെയ്തു. മറുപടിയായി മുകുന്ദന്റെ ഒരു കെട്ടിടം പ്രകാശനും പൊളിച്ചു നീക്കി. പിന്നീട് ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുകുന്ദന് കുത്തേറ്റു. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമക്കേസിൽ പ്രകാശ് റിമാൻഡിലാണ്. വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കവും സംഘർഷവും തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നതിന് തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ അടുത്തിടെ നടന്ന സംഭവമായതിനാൽ ഇക്കാര്യവും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാകും. കടുത്ത പ്രശ്നത്തിലൂടെയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദൻ കടന്നുപോയിരുന്നത്. പരമാവധി പണം സമാഹരിച്ച് സ്കൂൾ സീസൺ ലക്ഷ്യമാക്കി സ്റ്റോക്ക് സംഭരിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം ഗൂഢാലോചനയെന്ന് സമഗ്രമായ അന്വേഷണമാണ് അനിവാര്യമാകുന്നത്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ സംയുക്ത പരിശോധന തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ് എന്നിവയടക്കം 5 വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. കെട്ടിടത്തിൽ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും ഫയർഫോഴ്സ് NOC നൽകിയിരുന്നില്ല എന്നുമാണ് ഫയർഫോഴ്സിന്റെ പ്രതികരണം. ഇന്നലെ വൈകുന്നേരം 5:05 ബീച്ച് ഫയർ സ്റ്റേഷനിൽ നമുക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. 5:06 തന്നെ അവിടുന്ന് വണ്ടി പുറപ്പെടുകയും 5:08 സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തീ വളരെ വലുതാണെന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്ന് തന്നെ മെസ്സേജ് എല്ലാ നിലയങ്ങളിലേക്കും പാസ് ചെയ്തു. അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ എല്ലാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും 2 വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു. അതുപോലെ എയർപോർട്ടിലെ ഒരു വാഹനവും ഇങ്ങോട്ട് എത്തിച്ചു. അങ്ങനെ ഫയർ ഫൈറ്റ് ചെയ്ത് 10 മണിയോടുകൂടി ഏകദേശം നിയന്ത്രണ വിധേയമാക്കുകയും പുലർച്ചെ 5:30 കംപ്ലീറ്റ് ആയിട്ട് അണക്കുകയും ചെയ്തു. പിന്നെ എന്തെങ്കിലും എക്സിഡൻസ് വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വാഹനം ഇവിടെ സ്റ്റാൻഡ് ബൈ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. സംഭവത്തിൽ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ച് കോർപ്പറേഷനും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളോട് അവർ പറയാൻ വേണ്ടി പറഞ്ഞത്. നഗരസഭയും ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേർന്ന് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചയ്ക്ക് ഇടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് UDFും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അധികാരികൾ തന്നെ പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അധികാരികൾ പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾ കൂടി അറിയണമെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ രഹസ്യമായി വെച്ചുകൊണ്ട് പോകുന്നതല്ല ഉചിതം. കോഴിക്കോട് നഗരത്തിലെ തീപിടുത്തത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. എന്താണ് തീപിടുത്തത്തിന് പിന്നിലെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, മനഃപൂർവ്വമാണോ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത്? ആരെങ്കിലും അതിന് പിന്നിലുണ്ടോ? ആ കാര്യവും അന്വേഷിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. തീർച്ചയായും എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത കൈവരിച്ചിട്ടില്ല എന്നാണ് ഫയർ ഓഫീസർ നേരത്തെ വ്യക്തമാക്കിയത്. ഫയർഫോഴ്സും പോലീസും KSB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒക്കെ ഈ കെട്ടിടത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഫോറൻസിക് വിഭാഗവും തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. അവരുടെ പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല. എന്തായാലും നേരത്തെ ഫയർ ഓഫീസർ കോഴിക്കോടുണ്ടായ തീപിടുത്തത്തിൽ സംയുക്ത പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്.